നിങ്ങളൊരു ആദിമ മനുഷ്യനാണ്. ഒരു ചെറിയ നാടോടി സംഘത്തിൻ്റെ കൂടെയാണ് നിങ്ങളുടെ ജീവിതം. കയ്യിലുള്ളത് കല്ലുകൊണ്ടുള്ള മൂർച്ചയേറിയ ഒരു കുന്തം മാത്രം. വിശന്നിട്ട് വയറാണെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കത്തുന്നു. എല്ല് തുളയ്ക്കുന്ന തണുപ്പാണ് പുറത്ത്. നിങ്ങളുടെ സംഘത്തിലുള്ളവർക്ക് ഭക്ഷണം കൊണ്ടുവരേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പെട്ടെന്നാണ് മഞ്ഞിനിടയിലൂടെ ആ കാഴ്ച നിങ്ങൾ കാണുന്നത്. ഒരു വലിയ കാട്ടുപോത്ത്, മല പോലെയുള്ള മസിലും ആരെയും കുത്തിമലർത്താൻ പോകുന്ന കൊമ്പുമൊക്കെയുള്ള ആ മൃഗത്തെ കിട്ടിയാൽ നിങ്ങളുടെ ടീമിന് ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണം ഉറപ്പാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കാ. ആ പോത്താണെങ്കിൽ അപാരമായ ശക്തിയും. അതിനെ നിങ്ങൾ തൊട്ടാൽ നിങ്ങളെ വലിച്ചടിക്കുക. ആ നിമിഷം ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ലോക ചരിത്രത്തിൽ അതുവരെ നടക്കാത്ത അവിശ്വസനീയമായൊരു കാര്യം സംഭവിക്കുന്നത്. ആ ഉയരമുള്ള മഞ്ഞുമൂടിയ പുല്ലുകൾക്കിടയിൽ നിന്ന് ചില നിഴലുകൾ അനങ്ങുന്നുണ്ട്. അവർ മനുഷ്യരല്ല, എന്നാൽ വെറും ശത്രുക്കളായ മൃഗങ്ങളുമല്ല. ചെന്നായ വർഗത്തിൽപ്പെട്ട നല്ല ബുദ്ധിയും നിരീക്ഷണ പാഠവുമുള്ള ചിലർ. സാധാരണഗതിയിൽ മറ്റേതെങ്കിലും കാലത്തായിരുന്നെങ്കിൽ നിങ്ങൾ അവരെ ഓടിക്കാനൊരു കല്ലെടുത്തെറിയും. തിരിച്ചവർ പല്ല് കാട്ടി പേടിപ്പിക്കും. പക്ഷേ ഇന്ന് അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. വായുവിൽ നിന്ന് നിശബ്ദമായ ഒരു സിഗ്നൽ അവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ആ മൃഗങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നില്ല. പകരം അവരുടെ ശ്രദ്ധ ആ കാട്ടുപോത്തിലേക്കാണ്. അവർ ആ ഭീമാകാരനായ മൃഗത്തെ വളയുന്നു. അവർ അതിനെ കടിച്ചു കീറുന്നതിന് പകരം അതിനെ ഓടിച്ച് നിങ്ങളുടെ അടുത്തേക്ക്, നിങ്ങളുടെ കുന്തത്തിന് എറിയാൻ പാകത്തിന് കൃത്യമായ റേഞ്ചിലെത്തിക്കുന്നു. അങ്ങനെ നിങ്ങൾ കുന്തമെറിയുന്നു. ആ വേട്ട വിജയിച്ച് കാട്ടുപോത്ത് വീണു. അന്ന് മനുഷ്യനും ചെന്നായും സുഹൃത്തുക്കളായിരുന്നില്ല, മറിച്ച് ബന്ധശത്രുക്കളാണ്. രണ്ടു കൂട്ടരും ഒരേ തരം ഇരകളെയാണ് അക്കാലത്ത് ലക്ഷ്യം വച്ചിരുന്നത്. കാട്ടുപോത്തുകളും മാനുകളും മാമത്തുകളും ഒക്കെ ആയിരുന്നു രണ്ടുപേർക്കും വേണ്ടത്. നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ചെന്നായ്ക്കൾക്കും അതീവ ബുദ്ധിയുണ്ട്. അവരും നമ്മളെപ്പോലെ ഗ്രൂപ്പുകളായിട്ട് ജീവിക്കും, നമ്മളെപ്പോലെ സോഷ്യൽ സ്ട്രക്ചറുകൾ ഉണ്ടാക്കും. സോ പരസ്പരം അറിയാവുന്ന രണ്ട് എതിരാളികൾ. നമ്മൾ മനുഷ്യരെന്ന് ചെന്നായ്ക്കളെ പോലെ തന്നെയാണ് വേട്ടയാടിയിരുന്നത്. ഇരയെ ദീർഘദൂരം ഓടിച്ച് തളർത്തി ഒടുവിൽ പിടികൂടുന്ന പെർസിസ്റ്റൻസ് ഹണ്ടിങ് എന്ന് പറയുന്ന മെത്തേഡ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ചെന്നായ്ക്കൾ മനുഷ്യനെ നേരിട്ട് ആക്രമിക്കുന്നത് കുറവാണെങ്കിലും നമ്മൾ ജീവൻ പണയം വെച്ച് പിടിക്കുന്ന ഇരയെ തട്ടിയെടുക്കാൻ അവർക്ക് ഒരു മടിയുമില്ല. ആയിരക്കണക്കിന് വർഷങ്ങളോളം ഈ മത്സരം ചരിത്രത്തിൽ നടന്നിട്ടുണ്ട്. മനുഷ്യൻ തീ കണ്ടുപിടിച്ചപ്പോഴും ഇരുളിൽ തിളങ്ങുന്ന ആ കണ്ണുകൾ ഭയത്തോടെ നോക്കിയിരുന്നു. ചെന്നായ്ക്കൾ മനുഷ്യൻ്റെ തീക്കൂനകളെയും വളരെ പേടിയോടുകൂടിയാണ് നോക്കുന്നത്. എന്നാൽ നമ്മൾ ആദ്യം പറഞ്ഞ സംഭവമില്ലേ, കാട്ടുപോത്തിനെ പിടിക്കാൻ സഹായിച്ച സാഹചര്യം, അതിനുശേഷം ഉണ്ടാകുന്നൊരു നിശബ്ദതയുണ്ട്. അതിൽ ലോകം തന്നെ മാറുകയാണ്. നിങ്ങൾ ആ മാംസത്തിൽ നിന്ന് വെറും ഒരു കഷ്ണമല്ല, നല്ലൊരു പങ്കെടുത്ത് അവർക്ക് ഇട്ടുകൊടുക്കുന്നു. അങ്ങനെ ആ ചെന്നായ്ക്കൂട്ടം അത് സ്വീകരിക്കുന്നു, കഴിക്കുന്നു. അങ്ങനെയായിരിക്കാം ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വേട്ടക്കാരായിട്ടുള്ള സ്പീഷീസുകൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഒന്നിച്ച് നിൽക്കുന്നതാണ് നല്ലത് എന്ന് തീരുമാനിക്കുന്നത്. മനുഷ്യനും ചെന്നായും തമ്മിലുള്ള ആ കരാറിൻ്റെ, ആ കോൺട്രാക്റ്റിൻ്റെ തുടക്കം ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കണം. ഇതൊരു ആധിപത്യത്തിൻ്റെ കഥയല്ല, മറിച്ച് പരസ്പരം റിയലൈസേഷൻ ഉണ്ടായതിൻ്റെ കഥയാണ്. പലരും വിചാരിക്കുന്നത് മനുഷ്യൻ ചെന്നായ്ക്കളുടെ കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടുവന്ന് വളർത്തി വലുതാക്കി ഇണക്കിയെടുത്തു എന്നാണ്. നമ്മൾ അവരെ മെരുക്കിയെടുത്തു എന്ന് അഹങ്കാരത്തോടു കൂടി മനുഷ്യർ പറയാറുണ്ട്. പക്ഷെ സത്യം അതല്ല. സംഗതി കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെന്നായ മനുഷ്യനെ ഇണക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരിയെന്ന് ഞാൻ പറയും. ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു രസകരമായ തിയറിയുണ്ട്. ഒരുപക്ഷെ സ്വന്തം കൂട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിശന്ന് വലഞ്ഞ ഒരു പെൺ ചെന്നായ ആയിരിക്കാം ഇതിനെല്ലാം തുടക്കം. അവൾക്ക് അവരുടെ പാക്കിൽ ഇടം കിട്ടിയിട്ടുണ്ടാവില്ല. കാട്ടിലെ ഒറ്റപ്പെടൽ മരണമാണല്ലോ. കാത്തിരുന്ന് ഒടുവിൽ അവൾ മനുഷ്യൻ്റെ ക്യാമ്പിൻ്റെ അടുത്തേക്ക് വരാൻ തീരുമാനിച്ചു. നമ്മുടെ ഭക്ഷണത്തിൻ്റെ, വേവിച്ച മാംസത്തിൻ്റെ മണം ഒരുപക്ഷെ അവളെ വല്ലാതെ ആകർഷിച്ചിരിക്കാം. മനുഷ്യർക്ക് ചെന്നായ്ക്കളെ പേടിയാണെങ്കിലും അവരുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു ആകർഷണമുണ്ട്. തീയുടെ വെളിച്ചത്തിൽ ഇരുട്ടിൽ തിളങ്ങുന്ന ആ വലിയ കണ്ണുകളും വിശന്ന് കരയുമ്പോഴുള്ള ദയനീയമായ ശബ്ദവും ആദിമ മനുഷ്യൻ്റെ മനസ്സലിയിച്ചു. മനുഷ്യർ അവൾക്ക് ബാക്കി വന്ന ഭക്ഷണം എറിഞ്ഞു കൊടുത്തു. അവളത് ആർത്തിയോടെ തിന്നു. പക്ഷേ തിരിച്ചു പോയില്ല. അവിടെ ഒറ്റയ്ക്ക് മനുഷ്യരോടൊപ്പം കൂടി. ഇതൊരു വലിയ എവല്യൂഷണറി റിസ്ക്കാണ്. കാട്ടിൽ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു ജീവി മറ്റൊരു ജീവിയുടെ ഔദാര്യത്തിനായി കാത്തു നിൽക്കുന്നു. പക്ഷേ ആ റിസ്ക് വിജയിച്ചു. അവൾക്ക് ഭക്ഷണം കിട്ടി, മനുഷ്യനൊരു കാവൽക്കാരനെയും കിട്ടി. രാത്രിയിലെ മറ്റു ഹിംസ്ര ജന്തുക്കൾ വരുമ്പോൾ അവൾ കുരച്ചു മുന്നറിയിപ്പ് കൊടുക്കാൻ തുടങ്ങി. മനുഷ്യനാണെങ്കിൽ സുഖമായിട്ട് ഉറങ്ങി. നല്ല ഉറക്കം സുരക്ഷിതമായി കിട്ടിയത് കൊണ്ടാണ് നമ്മുടെ തലച്ചോറ് ഇത്രയും വളർന്നതെന്ന് ന്യൂറോ സയൻസ് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നല്ല സ്വപ്നം കണ്ടുറങ്ങുമ്പോൾ ഗുഹയുടെ വാതിലിൽ കാവൽ നിൽക്കാൻ അവരുണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ബുദ്ധിയുള്ളവരായത്. ഈ പറഞ്ഞതൊക്കെ വെറും കഥകളാണെന്ന് തോന്നുന്നുണ്ടോ?
അല്ല, ഈ ബന്ധത്തിന്റെ തെളിവുകൾ മണ്ണിൽ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട്. ജർമ്മനിയിലെ ബോൺ ഓബർ കാസൽ എന്ന സ്ഥലത്ത് പുരാവസ്തു ഗവേഷകർ ഒരു ശവകുടീരം കണ്ടെത്തി. ഏകദേശം 14,000 വർഷം പഴക്കമുള്ള ഒരു ശവകുടീരമാണ്. അവിടെ ഒരു മധ്യവയസ്കനായ പുരുഷന്റെയും 20 വയസ്സുള്ള ഒരു സ്ത്രീയുടെയും അസ്ഥികൂടം ഉണ്ടായിരുന്നു. എന്നാൽ അവരെ അത്ഭുതപ്പെടുത്തിയത് അതല്ല, അവരുടെ കൂടെ വളരെ കരുതലോടെ സംസ്കരിച്ച മറ്റൊരു ജീവിയുടെ അസ്ഥികൂടം കൂടി ഉണ്ടായിരുന്നു, ഒരു നായ. ആ അസ്ഥികൂടം പരിശോധിച്ച ശാസ്ത്രജ്ഞർ ഞെട്ടിപ്പോയി. ആ നായയ്ക്ക് ഏകദേശം 7 മാസം പ്രായം ഉണ്ടായിരുന്നു മരിക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ പല്ലുകളിൽ ഡിസ്റ്റംബർ എന്ന മാരകമായ വൈറസ് ബാധിച്ചതിൻ്റെ പ്രൂഫുണ്ട്. ഡിസ്റ്റംബർ എന്ന് പറയുന്ന രോഗം ബാധിച്ചാൽ പട്ടികൾക്ക് നടക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കടുത്ത പനിയും ഛർദിയും ഉണ്ടാവും. അന്നത്തെ കാലത്ത് ചികിത്സയൊന്നുമില്ലാത്ത ആ ലോകത്ത് ഡിസ്റ്റംബർ വന്നാൽ പെട്ടെന്ന് ആ ജീവി മരിക്കും. എന്നാൽ ആ പട്ടിയുടെ എല്ലുകൾ പറയുന്നത് വേറൊരു കഥയാണ്. രോഗം വന്നിട്ടും ആഴ്ചകളോളമോ മാസങ്ങളോളമോ ആ പട്ടി അതിജീവിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? അതിന് സ്വയം വേട്ടയാടാനുള്ള കഴിവില്ല, നടക്കാനുള്ള കഴിവില്ല, എന്നിട്ടും അത് ജീവിച്ചു. കാരണം മനുഷ്യൻ അതിനെ ശുശ്രൂഷിച്ചിരിക്കാം. അതിജീവനം മാത്രം നോക്കുന്ന ഓരോ തുള്ളി ഊർജ്ജവും വിലപ്പെട്ട ആ പ്രാകൃത ലോകത്ത് ഒന്നിനും കൊള്ളാത്ത അസുഖമുള്ള ഒരു മൃഗത്തെ നോക്കുന്നത് വലിയൊരു നഷ്ടക്കച്ചവടമാണ്. ആ പട്ടിക്ക് കാവൽ നിൽക്കാൻ പറ്റില്ല, വേട്ടയാടാൻ പറ്റില്ല, എന്നിട്ടും മനുഷ്യർ അതിനെ ഉപേക്ഷിച്ചില്ല. അവർ അതിനെ കുളിപ്പിച്ചു, ചിലപ്പോൾ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി നൽകി, തണുപ്പിൽ നിന്ന് സംരക്ഷിച്ചു. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്: കൃഷിയൊക്കെ തുടങ്ങുന്നതിനും എത്രയോ മുൻപേ നായ വെറുമൊരു മൃഗമല്ലാതായി മാറിയിരുന്നു. അതൊരു ഉപകരണവുമായിരുന്നില്ല, മറിച്ച് ഒരു ഇമോഷണൽ ഫ്രണ്ടാണ്. ആ ശവകുടീരത്തിൽ മനുഷ്യൻ്റെ കൂടെ ആ പട്ടിയെ അടക്കം ചെയ്തപ്പോൾ അവർ നൽകിയതൊരു സന്ദേശമാണ്: മരണത്തിൽ പോലും ഇവരെ വേർപെടുത്താൻ കഴിയില്ല എന്ന സന്ദേശം. ഏകദേശം 30,000 മുതൽ 40,000 കൊല്ലം മുൻപ് വരെ വലിയ കൂട്ടമായി നടന്ന പൂർവിക ജീവികൾ 2 വഴിക്കായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടർ കാട്ടിൽ തന്നെ നിന്നു. അവരുടെ സ്വാതന്ത്ര്യം, വന്യമായ സ്വഭാവം, മനുഷ്യനോടുള്ള അകലം അതൊക്കെ അവർ കാത്തു സൂക്ഷിച്ചു. അവരുടെ പാരമ്പര്യമാണ് ഇന്നത്തെ ചെന്നായ്ക്കൾക്ക്. മറ്റേ കൂട്ടർ, അതായത് നമ്മുടെ പ്രോട്ടോഡോഗ്സ്, മനുഷ്യൻ്റെ തീക്കൂനയ്ക്കടുത്തേക്ക് വരാൻ ധൈര്യം കാണിച്ചവരാണ്. അത് വെറും ഒരു സ്ഥലം മാറ്റം ആയിരുന്നില്ല, അത് അവരുടെ തലച്ചോറിൽ, അവരുടെ ജനറ്റിക്സിൽ വന്ന വലിയൊരു വിപ്ലവമാണ്. മനുഷ്യന്റെ സാമീപ്യം അവർക്ക് കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ടാവണം. ക്യാമ്പ് ഫോളോവേഴ്സായി മാറിയ ഒരു വിഭാഗം. വന്യമായ ജീവിതമാണോ മനുഷ്യന്റെ കൂടെയുള്ള ജീവിതമാണോ വേണ്ടത് എന്ന് തിരഞ്ഞെടുക്കാൻ അവർ കുറേ സമയമെടുത്തിട്ടുണ്ട്. അന്ന് ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല ഇതൊന്നും, തലമുറകൾ എടുത്തിട്ടുണ്ടാവണം. എന്നാൽ കാലം കടന്നുപോയപ്പോൾ മനുഷ്യനുമായിട്ട് ഇണങ്ങിയ പുതിയൊരു വർഗ്ഗം ഉദയം ചെയ്തു: പട്ടി. ഈ വിവരം അന്ന് കാട്ടുതീ പോലെ പടർന്നിട്ടുണ്ടാവണം. ചെന്നായ്ക്കളുമായിട്ട് ഒരു കൂട്ടുകെട്ട് സാധ്യമാണെന്ന് മനുഷ്യരാശി തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കൂട്ടുകെട്ടിൻ്റെ യഥാർത്ഥ ശക്തി അന്ന് ആ തീക്കൂനയ്ക്ക് ചുറ്റുമിരുന്ന മനുഷ്യർക്കോ അവർക്ക് കാവൽ നിന്ന പട്ടികൾക്കോ പ്രവചിക്കാൻ പറ്റുമായിരുന്നില്ല. ഇന്ന് ഭൂമിയിലുള്ള ഏകദേശം 100 കോടിയോളം വരുന്ന എല്ലാ പട്ടികളും, അതിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെറിയ പഗ്ഗായാലും കൂറ്റൻ സെന്റ് ബെർണാഡ് ആയാലും, അവരെല്ലാം പണ്ടെപ്പോഴോ തണുത്തുറഞ്ഞ ആ രാത്രിയിൽ മനുഷ്യനെ വിശ്വസിച്ച് അടുത്ത് വന്ന ആ 10-12 ചെന്നായ്ക്കളിൽ നിന്ന് വന്നവരാണ്. ആദ്യത്തെ ചുവടുവെപ്പ് കഴിഞ്ഞു, കരാർ ഒപ്പിട്ടു. പക്ഷേ കാട്ടിലെ വേട്ടക്കാരനായ ചെന്നായ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ മുറ്റത്ത് കളിക്കുന്ന പട്ടിയായി മാറിയത്? വെറും സ്വഭാവം മാത്രമല്ല, അവരുടെ രൂപം, അതായത് ചെവി താഴേക്ക് വീണതും വാല് ചുരുണ്ടതും നിറം മാറിയതും, അതൊക്കെ എങ്ങനെയാണ്? മനുഷ്യനുമായിട്ടുള്ള സഹവാസം നായകളുടെ ശരീരത്തിൽ വരുത്തിയ അത്ഭുത മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ശാസ്ത്രീയമായ വിസ്മയമാണ്. ആ വിസ്മയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു തെറ്റിദ്ധാരണ മാറ്റാം. പലരും വിചാരിക്കുന്നത് ഇന്നത്തെ കാട്ടിൽ കാണുന്ന ചെന്നായ്ക്കളിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ് പട്ടികളെന്നാണ്. പക്ഷേ പുതിയ ജനറ്റിക്കൽ സ്റ്റഡീസ് പറയുന്ന അതല്ല. പട്ടികളും ഇന്നത്തെ ചെന്നായ്ക്കളും യഥാർത്ഥത്തിൽ സഹോദരങ്ങളെപ്പോലെയാണ്. അതായത് മനുഷ്യനും കുരങ്ങനും സത്യത്തിൽ പൊതുപൂർവ്വികനിൽ നിന്നാണ് വന്നതെന്നും കുരങ്ങൻ മനുഷ്യനായതല്ല എന്ന് നമ്മൾ പരിണാമത്തിൽ പറയുന്ന പോലെ പട്ടികളുടെ കാര്യത്തിലും അങ്ങനെ ഒരു ഫാക്ടറുണ്ട്. അവർക്ക് വംശനാശം സംഭവിച്ച ഒരു പൊതുപൂർവികൻ അഥവാ കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരുന്നു. ഏകദേശം 30,000 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു പൂർവിക വർഗത്തിൽ നിന്ന് ഒരു കൂട്ടർ വേർപെട്ടുപോയി. ആ നിമിഷം നടന്നത് ശാരീരികമായിട്ടുള്ളൊരു മാറ്റം മാത്രമല്ല, മറിച്ച് അവരുടെ മനഃശാസ്ത്രത്തിലും മാറ്റം ഉണ്ടായി. സയൻറ്റിഫിക്കലി പറഞ്ഞാൽ അവരുടെ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് കുറഞ്ഞു. എന്താണ് ഈ ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്നറിയാമോ? ഒരു വന്യമൃഗത്തിൻ്റെ അടുത്തേക്ക് മനുഷ്യൻ ചെല്ലുമ്പോൾ അത് എത്ര ദൂരം വരെ നമ്മളെ അടുപ്പിക്കും, എപ്പോഴാണ് അത് പേടിച്ച് ഓടിപ്പോവുക എന്നതിൻ്റെ അളവാണിത്. ഭൂരിഭാഗം ചെന്നായ്ക്കൾക്കും ഈ ഒരു ദൂരം കൂടുതലാണ്. മനുഷ്യൻ്റെ മണം കിട്ടുമ്പോഴേക്കും അവർ ഓടി മറയും. എന്നാൽ ജനറ്റിക്കലി മനുഷ്യരോടുള്ള പേടി കുറവുള്ള, കുറച്ചുകൂടി ധൈര്യമുള്ള ചിലർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. ആ ഫ്രണ്ട്ലി ആയവരാണ് മനുഷ്യൻ്റെ ക്യാമ്പുകൾക്ക് ചുറ്റും കറങ്ങി നടന്നത്. അവർക്ക് മനുഷ്യരുടെ അടുത്തുകൂടി നടക്കാൻ പറ്റി, വേസ്റ്റ് തിന്നാൻ പറ്റി. അങ്ങനെ അവർ പുതിയൊരു ജീവിത രീതി കണ്ടെത്തി. കാട്ടിലെ വേട്ടയ്ക്ക് പകരം മനുഷ്യൻ്റെ നിഴലായി ജീവിക്കുക. ചുരുക്കത്തിൽ രൂപം മാറുന്നതിന് എത്രയോ മുൻപ് തന്നെ സ്വഭാവത്തിലാണ് ഡൊമസ്റ്റിക്കേഷൻ തുടങ്ങിയത്. ഇവിടെയാണ് പ്രകൃതിയുടെ ഒരു മാജിക് നടക്കുന്നത്. ശാസ്ത്രലോകം ഇതിനെ ഡൊമസ്റ്റിക്കേഷൻ സിൻഡ്രോം എന്ന് വിളിക്കും.
ഒരു ജീവി ഇണങ്ങാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേടിയും അക്രമവാസനയും കുറയുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഇതിനെ വിശദീകരിക്കുന്നത് ന്യൂറൽ ക്രസ്റ്റ് സെൽ ഹൈപ്പോതെസിസ് വഴിയാണ്. ഇത് കുറച്ച് കൗതുകകരമാണ്. ഒരു ജീവിയുടെ ഭയത്തെ നിയന്ത്രിക്കുന്നത് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. നമുക്കും അത്ര ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലും കൊണ്ടാണ് ഒരു ജീവിയെ കാണുമ്പോൾ പേടിക്കണോ, ആക്രമിക്കണോ, പിന്തിരിഞ്ഞു വരണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. മനുഷ്യരുമായിട്ട് അടുത്തിടപഴകിയ മൃഗങ്ങളിൽ അഡ്രിനാലിൻ്റെ അളവ് കുറവാണ്. അവരുടെ അഡ്രിനാലിൻ സിസ്റ്റം അല്പം സോഫ്റ്റായി എന്ന് പറയാം. പക്ഷേ രസകരമായ കാര്യം, അഡ്രിനാലിൻ ഗ്രന്ഥിയുടെ വളർച്ചയെ സഹായിക്കുന്ന അതേ സ്റ്റെം സെല്ലുകൾ തന്നെയാണ് തൊലിയുടെ നിറവും ചെവിയുടെ തരുണാസ്ഥിയും അതായത് കാർട്ടിലേജും താടിയെല്ലിൻ്റെ വലിപ്പവും ഒക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ പൂർവികർ അറിഞ്ഞോ അറിയാതെയോ ശാന്തരായ മൃഗങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ അഡ്രിനാലിൻ കുറയുകയും ഒപ്പം സെറാട്ടോണിൻ കൂടുകയും ചെയ്തു. അതിൻ്റെ റിസൾട്ടായിട്ട് ഒരു സൈഡ് എഫക്റ്റ് പോലെ അവരുടെ രൂപം മാറി, കൂർത്ത മുഖം മാറി, മുഖം ചെറുതായി, പേടിപ്പിക്കുന്ന പല്ലുകൾ ചെറുതായി, എപ്പോഴും നിവർന്നു നിൽക്കുന്ന ചെവികൾക്ക് ബലം കുറഞ്ഞ് താഴേക്ക് വീണു, അതായത് ഫ്ലോപ്പി ഇയേഴ്സായി. നേരെ നിന്നിരുന്ന വാല് ചുരുണ്ടു, രോമത്തിൻ്റെ നിറത്തിലും സ്പോട്ടുകളൊക്കെ വരാൻ തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും വലിയ തെളിവ് 20-ാം നൂറ്റാണ്ടിലെ റഷ്യൻ ഫോക്സ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും. ദിമിത്രി ബെല്ലിയായാവ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കാട്ടിലെ കുറുക്കന്മാരെ, പ്രത്യേകിച്ച് സിൽവർ ഫോക്സുകളെ എടുത്ത് വളർത്താൻ തുടങ്ങി. അതിൽ ഏറ്റവും ഇണക്കമുള്ളവയെ മാത്രം സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിച്ചു. വീണ്ടും സൗഹൃദം മാത്രം നോക്കി സെലക്ട് ചെയ്ത് വീണ്ടും ബ്രീഡ് ചെയ്യിച്ചു. അങ്ങനെ കുറച്ച് തലമുറകൾ ആ കുറുക്കന്മാർ കടന്നു പോയി വന്നപ്പോൾ ഇന്നത്തെ പട്ടികളെ പോലെയുള്ള സ്വഭാവങ്ങൾ അവർ കാണിക്കാൻ തുടങ്ങി. അവരുടെ ചെവി താന്നു, വാല് ചുരുണ്ടു, മനുഷ്യനെ കണ്ടാൽ വാലാട്ടാൻ തുടങ്ങി. പട്ടികളുടെ ചരിത്രത്തിൽ സംഭവിച്ചതും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഈ ഒരു ഇണക്കൽ പ്രക്രിയ ആയിരക്കണക്കിന് വർഷം മുമ്പ് മാത്രം നടന്നൊരു കാര്യമല്ല, അതിന്നും നമ്മുടെ കൺമുന്നിൽ നടക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് ഇന്ത്യയിലെ കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമത്തിലേക്ക് പോകാം. അവിടെ നെല്ലും നിലക്കടലയും വാഴയും ഒക്കെ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഇടയിൽ ജീവിക്കുന്ന പാരിയ ഡോഗ് എന്നറിയപ്പെടുന്ന നാടൻ പട്ടികളുണ്ട്, സ്ട്രേ ഡോഗ്സ്. അതിലൊരാളാണ് നമ്മുടെ നായകൻ. ഒരു ഗോതമ്പിൻ്റെ നിറമുള്ള മഞ്ഞ സ്പോട്ടുകളൊക്കെയുള്ള ഒരു പട്ടി. ഞാൻ പേരൊന്നും ഇട്ടിട്ടില്ല, പക്ഷെ തെരുവിലാണ് ജനിച്ചത്. ഇവിടുത്തെ നിയമം ഒന്നേ ഉള്ളൂ, ഏറ്റവും ശക്തരായവരോ ഏറ്റവും ബുദ്ധിയുള്ളവരോ അതിജീവിക്കും. ഈ തരത്തിലുള്ള സ്ട്രേ ഡോഗ്സ് മനുഷ്യൻ്റെ മനഃശാസ്ത്രം പഠിച്ചെടുത്തിട്ടുണ്ട്. അതാണ് അവരുടെ എവല്യൂഷനിലെ ഏറ്റവും വലിയ അത്ഭുതം. മനുഷ്യൻ്റെ മുഖഭാവം നോക്കി ആരാണ് നല്ലവൻ, ആരാണ് ഉപദ്രവിക്കാൻ വരുന്നത് എന്ന് കൃത്യമായിട്ട് അവർക്ക് ഗസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പറഞ്ഞ പട്ടി എല്ലാ ദിവസവും ഗ്രാമം വിട്ട് കൃഷിയിടങ്ങളിലൊക്കെ പോകും. അവിടെയുള്ള പ്രശ്നക്കാരെ അവൻ അറിയാം. ഗ്രേ ലങ്കൂറുകൾ എന്നറിയപ്പെടുന്ന 30-40 പേരും അടങ്ങുന്ന വലിയ വാനരപ്പട കൃഷി നശിപ്പിക്കാൻ വരുമ്പോൾ കർഷകർ നിസ്സഹായരാകും. ഈ വാനരപ്പട കൃഷി നശിപ്പിക്കുന്ന സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ കർണാടകത്തിലെ ഒരു സ്ഥലം എടുത്തത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പട്ടിക്ക് ഒരു വിദ്യ അറിയാം. ദൂരെ നിന്ന് തന്നെ ഈ കുരങ്ങന്മാരെ കാണുമ്പോൾ അവൻ്റെ ഉള്ളിലെ പഴയ ചെന്നായ ഉണരും. ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടൊന്നുമല്ല, എന്നാലും അവരെ ഓടിക്കാൻ അവരൊരു പ്രത്യേക ആവേശമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കർഷകൻ ഇവനെ ശ്രദ്ധിച്ചു. ഇവൻ കൊള്ളാമല്ലോ, എൻ്റെ കൃഷി നോക്കാൻ ഇവന് പറ്റും. അങ്ങനെ മനുഷ്യർ ചിന്തിച്ചിരിക്കണം. അതാണ് ഒരു തുടക്കം. തെരുവിനേക്കാൾ സുരക്ഷിതം വീടാണെന്ന് പട്ടിക്കറിയാം. അവിടെ ഭക്ഷണം കിട്ടും, സ്നേഹം കിട്ടും. ഒരു ദിവസം വലിയൊരു കുരങ്ങൻ്റെ പട കൃഷിയിടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കർഷകരെ സഹായിക്കാൻ പറ്റും. മേ ബി കർഷകർ ഒരു വശത്തേക്ക് ഓടുമ്പോൾ മറുവശത്ത് നിന്ന് മറ്റൊരു ഗ്യാങ് വരാൻ സാധ്യതയുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പട്ടിക്ക് നന്നായിട്ട് ഇടപെടാൻ അറിയാം. ആ പട്ടി കുരച്ച് ചാടി വീണ് കുരങ്ങന്മാരെ ഓടിക്കും. ആ ഒറ്റ സംഭവം മതി മനുഷ്യൻ്റെ ഇടപെടലിനിടയിൽ പട്ടിയുടെ തലവര മാറാൻ. അങ്ങനെ ഒരു പട്ടി മനുഷ്യനെ സഹായിക്കുമ്പോൾ അവനൊരു വീട് കിട്ടും, അവനൊരു പേരും കിട്ടും. സപ്പോസ് രാമു. ഇപ്പോൾ എല്ലാ ദിവസവും അവന് ഭക്ഷണം കിട്ടും, കഴുത്തിലൊരു ബെൽറ്റ് വന്നു, അവൻ്റെ സ്വാതന്ത്ര്യം കുറഞ്ഞു, പക്ഷേ സുരക്ഷിതത്വ ബോധം കൂടി. മിക്ക പട്ടികളും ആഗ്രഹിക്കുന്ന ഒരു ഡീലാണ് ആക്ച്വലി ഇത്. രാമുവിൻ്റെ ഈ കഥ പണ്ട് നമ്മൾ ചെന്നായ്ക്കളുമായിട്ടുണ്ടാക്കിയ ആ ഒരു അലിഖിതമായ, നേരിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യാതിരുന്ന ആ പഴയ ഉടമ്പടിയുടെ ആധുനിക പതിപ്പാണ്. ഇങ്ങനെ മനുഷ്യനുമായിട്ട് ഇണങ്ങിയ പട്ടികളാണ് 15,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഏഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയപ്പോൾ അവരുടെ കൂടെ പട്ടികളും ഉണ്ടായിരുന്നു. പട്ടികൾ മനുഷ്യൻ്റെ ജീവിത ശൈലിക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരുന്നു. മധ്യേഷ്യയിൽ വെച്ച് മനുഷ്യരുമായിട്ട് ഇടപഴകിയപ്പോൾ അവരുടെ രോമത്തിൻ്റെ നിറം മാറി. ചൂടുള്ള സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ചൂടിനെ അതിജീവിക്കാൻ അവരുടെ രോമം കുറഞ്ഞു. 10,000 വർഷം മുമ്പ് മനുഷ്യൻ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ജീവിതം മാറി, അതിനോടൊപ്പം തന്നെ പട്ടികളുടെ റോളും മാറി. അതുവരെ വേട്ടയാടാൻ സഹായിച്ചിരുന്നവർ ഇപ്പോൾ നമ്മുടെ കൃഷിയിടങ്ങളും വീടുകളുമൊക്കെ കാവൽ നിൽക്കുന്ന ജോലി ഏറ്റെടുത്തു. പക്ഷേ പട്ടികളുടെ പരിണാമം അവിടെ അവസാനിച്ചില്ല. മനുഷ്യൻ സിവിലൈസേഷൻസ് കെട്ടിപ്പടുക്കാൻ തുടങ്ങിയപ്പോൾ പട്ടികളുടെ കഴിവിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി. നമുക്ക് കൃഷി മാത്രമല്ല, മൃഗങ്ങളെ ഇണക്കി വളർത്താനും അറിയാമല്ലോ. പക്ഷേ ആടുകളെയും പശുക്കളെയും കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ നമുക്കൊരാളെ വേണം. അവിടെയാണ് പ്രകൃതിയിലെ ഏറ്റവും വലിയ അയേണി, വിരോധാഭാസം ഉണ്ടാവുന്നത്. സഹജമായ ഒരു വേട്ടക്കാരനായ മാംസം ഭക്ഷിക്കുന്ന ചെന്നായയുടെ പിൻഗാമി എങ്ങനെയാണ് ആടുകളുടെ സംരക്ഷകനായി മാറിയത്? സ്വന്തം ഇരയെ സംരക്ഷിക്കാൻ ഒരു വേട്ടക്കാരൻ എങ്ങനെ കഴിയും? ശാരീരികമായ മാറ്റത്തേക്കാൾ അത്ഭുതകരമായിട്ടുള്ള ഒരു മെൻ്റൽ ചേഞ്ചാണ് ഇവിടെ സംഭവിക്കുന്നത്.
ഇടയന്മാരായിട്ടുള്ള പട്ടികളെക്കുറിച്ചും അവരുടെ സ്വഭാവത്തെക്കുറിച്ചും അതെങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുമുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. കൂടുതൽ ലേഖനങ്ങൾ വായിക്കാനും നമ്മുടെ ബിഹൈൻഡ് ദ സീൻസ് കാണാനും റെഫറൻസ് അറിയാനും ഈ പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇൻഫർമേഷൻസ് അടങ്ങിയ ഒരു പോർട്ടൽ കാണാനും എൻ്റെ jrstudio.edu.com സന്ദർശിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാനും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാനും വേറെ വീഡിയോസുകളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകളിൽ നിന്നുള്ള ലിങ്കുകളും ഒക്കെ ആക്സസ് ചെയ്യാനും സാധിക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോമാണ്. ഓക്കെ.